ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ 2 പുത്രന്മാരിൽ ഇളയവനായ സച്ചുവിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ചുണ്ടാക്കിയതാണ് ഈ ചോക്ലേറ്റ് കേക്ക്. ഇതിൽ നമ്മൾ മിൽക്ക് കോമ്പൗണ്ടൊക്കെ ആഡ് ചെയ്ത് കുറച്ചൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം. നമ്മുടെ ഈ ചോക്ലേറ്റ് കേക്കിന് ആവശ്യമായിട്ടുള്ള പൊടികൾ ആദ്യം തന്നെ അരിച്ചു വയ്ക്കാം. 3/4 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, ലൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത് ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട്. ബ്ലാക്ക് ഫോറസ്റ്റിനാണെങ്കിൽ ഡാർക്ക് കൊക്കോ പൗഡർ എടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം. ഈ പൊടികളെല്ലാം 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം, എന്നാലേ നന്നായിട്ട് മിക്സായി കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതുപോലെ അരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന എല്ലാ പാത്രങ്ങളും നല്ല ഡ്രൈ ആയിരിക്കണം. വെള്ളത്തിൻ്റെ ഒരു മയം അതിലൊന്നും പാടില്ല കേട്ടോ. അതായത് അന്നേരം കഴുകി തുടച്ച പാത്രങ്ങൾ എടുത്താലൊന്നും ശരിയാകത്തില്ല. നേരത്തെ തന്നെ കഴുകി ഉണക്കിയെടുത്ത പാത്രങ്ങളായിരിക്കണം. അതിപ്പോൾ ഒരു സ്പൂണാണെങ്കിൽ പോലും, വിസ്ക് ആണെങ്കിലും ബീറ്ററിൻ്റെ ബ്ലേഡ് ആണെങ്കിലും എല്ലാം തന്നെ നല്ല ഡ്രൈ ആയിരിക്കണം. അതുപോലെ തന്നെ എടുക്കുന്ന സാധനങ്ങളും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഇപ്പോൾ കണ്ടോ, നമ്മൾ 3 പ്രാവശ്യം അരിച്ചു കഴിഞ്ഞപ്പോൾ ഈ പൊടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട അടുത്ത കാര്യം ബേക്കിംഗ് ട്രേ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. ചെറുതായിട്ടൊന്ന് ഓയിൽ വെച്ച് സൈഡിലും അടിയിലൊക്കെ ഗ്രീസ് ചെയ്തിട്ട് ഒരു ബട്ടർ പേപ്പറും കൂടി റൗണ്ടിൽ കട്ട് ചെയ്ത് അടിയിൽ വെച്ച് കൊടുക്കാം. അതും നമുക്ക് മാറ്റി വയ്ക്കാം. ഇതെല്ലാം നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കണം കേട്ടോ. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് തന്നെ 1 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബീറ്റർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലാണെങ്കിലും ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഇതിൻ്റെ മഞ്ഞ കളറൊക്കെ ഒന്ന് മാറി ഒരു ഓഫ് വൈറ്റ് കളറിലേക്ക് വരുന്നോടം വരെ മാത്രം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ പൊടിച്ച പഞ്ചസാര 1 കപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതും 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പൊടിച്ചതായതുകൊണ്ട് ഒരുപാട് നേരം ബീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. 1 കപ്പ് പൊടിച്ച പഞ്ചസാര കിട്ടാനായിട്ട് 3/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചാൽ മതി. പഞ്ചസാര നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. ഒരുപാട് നേരം ബീറ്റ് ചെയ്യരുത്. എണ്ണ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരുപാട് പേർക്ക് സംശയമുള്ളൊരു കാര്യമാണ് സൺഫ്ലവർ ഓയിലിന് പകരമായിട്ട് നമ്മുടെ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് കുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. വെളിച്ചെണ്ണ ഇങ്ങനെ തണുപ്പുകൊണ്ടൊക്കെ ഉറഞ്ഞിരിക്കില്ലേ, അങ്ങനെയല്ലാതെ റൂം ടെമ്പറേച്ചറിലായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പൊടി മിക്സ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ബേക്ക് ചെയ്യാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിൻ്റെ അകത്തേക്ക് ഒരു റിങ്ങും കൂടി ഇറക്കി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്കിങ്ങനെ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികൾ ആ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് മിക്സ് ചെയ്ത് തുടങ്ങാം. ഒരു 3 ബാച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പൊടി ചേർത്തിട്ട് ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പൊടി ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. അതിന് ശേഷം പിന്നെ ബീറ്റ് ചെയ്യരുത് കേട്ടോ. പൊടി ഇതുപോലെ പറക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പൊടി ഇട്ടിട്ട് ഈ ബീറ്റർ ഓൺ ആക്കാണ്ട് തന്നെ ബ്ലേഡ് വെച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് ആയി കഴിഞ്ഞിട്ട് ബീറ്റർ ഓൺ ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ അരിച്ചു വെച്ച പൊടിയെല്ലാം തന്നെ ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഒന്ന് മാറ്റി വെച്ചിട്ട് സ്പാച്ചിൽ വെച്ച് സൈഡിലുള്ളതെല്ലാം ഒന്ന് തട്ടി ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സൈഡിലേക്കെല്ലാം ഈ പൊടി തെറിച്ചിട്ട് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴും നമ്മൾ ഓവർ മിക്സ് ചെയ്യരുത്. ഇനി നമുക്ക് സമയം കളയാതെ തന്നെ നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ട്രേയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം വെളിയിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ തന്നെ നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കണം. ബേക്ക് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിത് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു 20 തൊട്ട് 30 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് ടാപ്പ് ചെയ്യണം. കാരണം നമ്മളിത് മിക്സ് ചെയ്ത ഉടനെ തന്നെ ഇതിൽ എയർ ബബിൾസ് നന്നായിട്ട് ഫോം ചെയ്യാൻ തുടങ്ങും. ടാപ്പ് ചെയ്ത് കൊടുത്തില്ലെങ്കിലാണ് ഇതിൻ്റെ അകത്തൊക്കെ ഈ ബേക്ക് ആയി കഴിയുമ്പോഴേക്കും വലിയ തൊള്ളയൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ പാത്രത്തിൻ്റെ ആ മൂടിയൊക്കെ തുറന്നിട്ട് ബേക്കിംഗ് ട്രേ അതിലേക്ക് ഇറക്കി വെച്ചിട്ട് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 30 മിനിറ്റ് നേരത്തേക്ക് ബേക്ക് ചെയ്യാം. 30 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നമ്മുടെ സ്പഞ്ച് കേക്ക് എല്ലാം തന്നെ റെഡിയായി കിട്ടും കേട്ടോ. പ്ലം കേക്കിനൊക്കെ ഉള്ളൂ കൂടുതൽ സമയം എടുക്കുന്നത്. എന്നാലും 30 മിനിറ്റ് മുമ്പ് ഇത് തുറന്ന് നോക്കാനും പാടില്ല കേട്ടോ. 30 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല സ്മെല്ലൊക്കെ വരും. അപ്പോൾ ഇത് തുറന്ന് നോക്കാം. കുക്കായിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടി വെച്ച് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കിയാൽ മതി ഒട്ടി പിടിക്കുന്നുണ്ടോ എന്നറിയാം. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം.
ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിക്കണം. വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് തന്നെ കുറച്ച് നേരം, അതായത് 1 മിനിറ്റ് നേരത്തേക്കെങ്കിലും ഈ ഷുഗർ സിറപ്പ് അതുപോലെ തന്നെ തിളപ്പിച്ചെടുക്കണം. ഇത് പിന്നീട് വളിച്ചു പോകാതിരിക്കാനാണ് കേട്ടോ. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ആ നേരം കൊണ്ട് നമ്മുടെ കേക്ക് ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. മേളിലത്തെ ഈ കുറച്ച് പൊന്തിയ ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നില്ല. ആ മേളിൽ കുറച്ചധികം പൊങ്ങി നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ കട്ട് ചെയ്ത് മാറ്റുന്നത്. എന്നിട്ട് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണേ. നമുക്ക് ഓരോ ലെയറിനും എത്ര തിക്നെസ്സാണ് വേണ്ടതെന്നുള്ളത് നോക്കി നൈഫും കൊണ്ട് ആ ഒരു സൈഡിലൊരു കട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് ഈ ടേൺ ടേബിൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ കട്ട് ചെയ്ത് അങ്ങ് പോയാൽ മതി. നമുക്ക് കേക്ക് ഒന്ന് ലെയർ ഔട്ട് ചെയ്യാനുള്ള ക്രീം റെഡിയാക്കി എടുക്കാം. 1 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. 3 സ്പീഡിലിട്ട് വേണം. ആദ്യം ലോ സ്പീഡിൽ, പിന്നെ 2ാമത്തെ സ്പീഡിൽ, പിന്നെ 3ാമത്തെ സ്പീഡിലും കൂടി ഇട്ട് ബീറ്റ് ചെയ്തിട്ട് ഇതുപോലെ ക്രീം ആക്കി എടുക്കണം. നമ്മൾ പാത്രം കമത്തിയാലും ക്രീം ചാടി പോകരുത്. ഇനി നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഈ ക്രീം ആക്കിയെടുക്കാം. എന്നിട്ട് ഈ പൈപ്പിംഗ് ബാഗിൻ്റെ ടിപ്പ് ഒന്ന് കുറച്ച് കട്ട് ചെയ്ത് വിടാം. ക്രീം കേക്കൊക്കെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കിയിട്ട് കേക്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും എളുപ്പം. ഇങ്ങനെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് നമുക്കൊരു ലെവലും കിട്ടും. അതുപോലെ തന്നെ ഷേപ്പ് ചെയ്യാനും ഒക്കെ നല്ല എളുപ്പമായിരിക്കും. നമ്മൾ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന നോസിലുണ്ടല്ലോ, ആ ഒരു നോസിലൊക്കെ ഇടാൻ പറ്റുന്ന ആ ഒരു അളവുണ്ടല്ലോ, ആ ഒരു വട്ടത്തിൽ കട്ട് ചെയ്ത് വിടാം. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. ടേൺ ടേബിളിൻ്റെ പുറത്തേക്ക് ഒരു 10 ഇഞ്ചിൻ്റെ കേക്ക് ബോർഡ് റൗണ്ടിലുള്ളത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ക്രീം സെൻറ്ററിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നമ്മൾ കേക്ക് വെക്കുമ്പോൾ തെന്നി പോകാതിരിക്കാനായിട്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത ആ കേക്കിൻ്റെ ലാസ്റ്റത്തെ ലെയർ ഉണ്ടല്ലോ, അത് തന്നെ ആദ്യം വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഈ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വെറ്റ് ചെയ്തെടുക്കണം. ഷുഗർ സിറപ്പ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ, ചൂടോടെ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ നന്നായിട്ട് നനച്ച് കുതിർത്തെടുക്കുകയും ചെയ്യണം. ഷുഗർ സിറപ്പ് അങ്ങനെ ഒരുപാട് ഒലിച്ചങ്ങനെ പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നന്നായിട്ട് വെറ്റ് ചെയ്തെടുത്താൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2-3 ദിവസമൊക്കെ കേക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കില്ലേ, കട്ട് ചെയ്തതിന് ശേഷം പോലും ബാക്കി ഭാഗം നമ്മൾ വെച്ചുകൊണ്ടിരുന്നാൽ പോലും കേക്ക് പെട്ടെന്ന് ഡ്രൈ ആയി പോകില്ല, നന്നായിട്ട് ഇങ്ങനെ ഷുഗർ സിറപ്പിൽ വെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ. ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് ലെവലിലും ക്രീം കിട്ടും. ഇനി 2ാമത്തെ ആ ഒരു ലെയർ വെച്ച് കൊടുക്കാം. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്യുക, അതിന് മേലിൽ ക്രീം സ്പ്രെഡ് ചെയ്യുക, അങ്ങനെ 3 ലെയറും വെച്ച് കൊടുക്കാം. പിന്നെ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഈ 1 കപ്പ് വിപ്പിംഗ് ക്രീം ശരിക്കും കേക്ക് ലെയർ ചെയ്യാനും പിന്നെ ക്രം കോട്ട് ചെയ്യാനും മാത്രമാണ്. കാരണം കൊക്കോ പൗഡർ നമ്മൾ 1/4 കപ്പ് ചേർക്കുമ്പോൾ ഈ കേക്കിൻ്റെ സ്വീറ്റ്നെസ്, അതായത് ഈ ക്രീമിൻ്റെ സ്വീറ്റ്നെസ് ഒരല്പം കുറയും. അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കേക്ക് നമ്മൾ കവർ ചെയ്യുന്ന സമയത്ത് ക്രീമിലേക്ക് കൊക്കോ പൗഡറിൻ്റെ അളവ് ഒരല്പം കുറച്ചാണ് ചേർക്കുന്നത്. അത് നമ്മൾ വേറെ കേട്ടോ ബീറ്റ് ചെയ്തെടുക്കുന്നത്. അത് മാത്രമല്ല, കൊക്കോ പൗഡർ ചേർത്ത് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, പെട്ടെന്നായിരിക്കും ഈ ക്രീം തിക്കായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ടെക്സ്ചർ നോക്കി വേണം ബീറ്റ് ചെയ്യാനായിട്ട്. സാധാ ക്രീം നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സമയം എടുക്കും അതൊന്ന് തിക്കായിട്ട് വരാനായിട്ട്. പിന്നെ നമ്മൾ ക്രീം കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ക്രം കോട്ട് ചെയ്തെടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ക്രം കോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേക്കിൻ്റെ മേളിലും സൈഡിലും ആയിട്ട് തിന്നായിട്ട്, വളരെ തിന്നായിട്ട് ഇങ്ങനെ ഈ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ കേക്കിൻ്റെ ക്രംസ് ഉണ്ടല്ലോ, ചെറിയ ചെറിയ തരികളെല്ലാം, എല്ലാം ഒന്ന് കേക്കിലേക്ക് ഇങ്ങനെ പേസ്റ്റാക്കി കൊടുത്ത് നല്ല ക്ലീൻ ആക്കി എടുക്കുന്നതിനാണ് ക്രം കോട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സൈഡൊക്കെ ഒന്ന് ഒരു പേപ്പറോ ബട്ടർ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് കവർ ചെയ്യാനായിട്ടുള്ള ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് ക്രീം ബാക്കി ഉണ്ടായിരുന്നത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി അതേ സെയിം ബൗളിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് നേരത്തെ നമ്മൾ ക്രീം ബീറ്റ് ചെയ്ത പോലെ തന്നെ 3 സ്പീഡിൽ മാറിയിട്ട് ക്രീം ബീറ്റ് ചെയ്ത് തിക്കായിട്ട് എടുക്കുക. അതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ബാക്കി വന്ന ക്രീമും കൂടി ചേർത്ത് സ്പാച്ചില വെച്ച് മിക്സ് ചെയ്തെടുക്കാം. കേക്ക് കവർ ചെയ്യുമ്പോൾ ആദ്യം ടോപ്പ് കവർ ചെയ്യണം, അതിനുശേഷം സൈഡ് കവർ ചെയ്തെടുക്കണം. നമ്മൾ ക്രീം ഇടുമ്പോൾ ഉണ്ടല്ലോ, ഈ കുറേ ക്രീം എടുത്തിട്ട് മൊത്തത്തിൽ മേളിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് മേൽഭാഗം ആദ്യം തന്നെ ലെവൽ ചെയ്തെടുക്കണം. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ മേൽഭാഗം സ്പാച്ചിൽ വെച്ച് കവർ ചെയ്തെടുക്കണം. ബാക്കി അതിൻ്റെ സൈഡിലേക്ക് വരുന്നതെല്ലാം സൈഡിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുത്തിട്ട് സൈഡ് ഷേപ്പാക്കി എടുക്കണം. ക്രീം എത്താത്തോടത്ത്
നമ്മൾ വേറെ ക്രീം എടുത്തിട്ട് സൈഡിലേക്ക് ആക്കി കൊടുത്ത് ഇങ്ങനെ കേക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ, അതായത് ടേൺ ടേബിൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ നമുക്കത് ഷേപ്പാക്കി എടുക്കാം. ഇതുപോലൊരു വലിയൊരു സ്ക്രാപ്പറും കൂടി ഉണ്ടെങ്കിൽ കേക്കിൻ്റെ ടോപ്പും സൈഡും എല്ലാം നല്ല സ്മൂത്താക്കി എടുക്കാൻ പറ്റുമേ. പക്ഷെ നമ്മൾ ഇതിലേക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് സ്മൂത്താക്കുന്നില്ല. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. കേക്ക് ഒന്ന് തണുത്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻസ് റെഡിയാക്കി എടുക്കാമെന്ന് ഓർത്തു. അതിനായിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഇവിടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഒരു സ്പൂണ് ബട്ടർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് ചൂടോടുകൂടി തന്നെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കി കൊടുത്തിട്ട് ടിപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലൊരു സിലിക്കോൺ മോൾഡിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്താ ഡിസൈൻ ചെയ്യേണ്ടതെന്നുള്ളതൊന്നും യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. ചുമ്മാ കുറേ ഇങ്ങനെ ചെയ്തു വെച്ചു. അവസാനം എന്താണോ നല്ലതെന്ന് തോന്നുന്നത് അത് എടുത്ത് അതിലേക്ക് വെച്ച് കൊടുക്കാം എന്നുള്ള ഒരു പ്ലാനിലാണ് കുറച്ച് ഡിസൈൻസൊക്കെ ഇതുപോലെ ഞാൻ സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്. പിന്നെ നിങ്ങളിങ്ങനെ ഡിസൈൻസ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് തിന്നാക്കാതെ കുറച്ച് കട്ടിക്ക് തന്നെ ഇങ്ങനെ ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളിത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് വിടിയിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ നല്ല നൈസായിട്ടിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം തന്നെ വിട്ടുപോകും. അപ്പോൾ കുറച്ച് കട്ടിക്കാണെങ്കിൽ ഒടിഞ്ഞൊന്നും പോകാതെ സേഫായിട്ട് ഇരുന്നോളൂ. എന്നെ സംബന്ധിച്ചോളം കേക്കിൽ പേരെഴുതുന്ന കേട്ടോ ഏറ്റവും വലിയ ടാസ്ക്. അതുകൊണ്ട് കേക്കിൽ എഴുതാതെ ഇതുപോലെ ചോക്ലേറ്റ് കൊണ്ട് തന്നെ എഴുതിയിട്ട് ഒരു ചെറിയൊരു സ്റ്റാൻഡ് പോലെ അടിയിൽ ആക്കി കൊടുക്കാമെന്ന് ഓർത്ത് അങ്ങനെയും കൂടി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിനി പെട്ടെന്ന് സെറ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്താൽ മതി. പക്ഷേ ഞാൻ ഫ്രിഡ്ജിലേക്കൊന്നും വെച്ച് കൊടുത്തില്ല, കാരണം നമുക്കിനിയും ഗനാശയൊക്കെ ഉണ്ടാക്കാനുണ്ട്. ആ ഒരു സമയം കൊണ്ട് പുറത്തിരുന്ന് തന്നെ ഇത് സെറ്റായിട്ട് വന്നോളൂ. ഗനാശ തയ്യാറാക്കാനായിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ അതേ സെയിം കപ്പിൽ 1 കപ്പ് ചോക്ലേറ്റും കൂടിയാണ് എടുക്കുന്നത്. ചോക്ലേറ്റ് നമ്മൾ എടുക്കുമ്പോൾ ഒരു 1/4 കപ്പോളം മിൽക്ക് ചോക്ലേറ്റ് ആട്ടോ എടുക്കുന്നത്. പിന്നെ ബാക്കി ഭാഗം, അതായത് 3/4 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും കൂടിയിട്ടാണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്. വിപ്പിംഗ് ക്രീം നമുക്കൊരു സോസ് പാനിൽ എന്തെങ്കിലും ആക്കിയിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചൂടാക്കി എടുക്കണം. ക്രീം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഡൈല്യൂട്ടായിട്ട് വരുന്നോടം വരെ ഇങ്ങനെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ 1 സ്പൂണ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യാം. ഇത് നമ്മളൊന്ന് അരിച്ചും കൂടി എടുക്കുന്നത് നല്ലതായിരിക്കും. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ബൈ ചാൻസ് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ പുറത്ത് ഇത് ഒഴിക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടിരിക്കുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒന്ന് അരിച്ചും കൂടി എടുക്കാം. ഇനി ഇത് ഇരുന്ന് തണുക്കണം. ചെറു ചൂടോട് വേണം നമ്മൾ കേക്കിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മുടെ കേക്ക് തണുത്തിട്ടുണ്ട്. നമ്മളത് പുറത്തെടുത്തിട്ട് ഇതുപോലെ പാത്രങ്ങളൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ പുറത്തേക്ക് കേക്ക് വെച്ച് കൊടുക്കുന്നത്. കാരണം നമ്മളിത് ഗനാശി ഇതിൻ്റെ പുറത്തേക്ക് ഒഴിക്കുമ്പോഴേക്കും ആ ക്രീം ഈ അടിയിൽ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ചെന്ന് വീണോളുമല്ലോ, പുറത്തേക്ക് പോകില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ തണുത്ത കേക്കിലേക്ക് ചെറു ചൂടോടുകൂടി തന്നെ നമ്മൾ ഗനാശി ഒഴിച്ച് കൊടുക്കുകയാണ്. കേക്ക് ബോർഡിലാവാതിരിക്കാനായിട്ട് ബട്ടർ പേപ്പർ അതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് സെറ്റാവാനായിട്ട് വീണ്ടും ഫ്രിഡ്ജിലേക്ക് കുറച്ച് നേരം വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലുള്ള ബട്ടർ പേപ്പർ എല്ലാം റിമൂവ് ചെയ്യാം. അപ്പോൾ കേക്ക് ബോർഡ് ഒരുപാടങ്ങ് വൃത്തികേടാവാതെ ഇരിക്കും. നമ്മുടെ കേക്കിൻ്റെ ടോപ്പിൽ നല്ല ഡാർക്ക് കളറും സൈഡിൽ ലൈറ്റ് കളറേ വന്നിട്ടുള്ളൂ. അതിൻ്റെ കാരണം ഇടയ്ക്ക് കറണ്ട് പോയതുകൊണ്ട് കേക്ക് നന്നായിട്ട് തണുത്തില്ല. തണുക്കാത്ത കേക്കിലേക്കാണ് നമ്മൾ ഗനാശി ഒഴിച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് ടോപ്പിൽ നല്ല ബ്ലാക്ക് കളറും താഴത്തേക്ക് ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളറുമായിട്ട് വന്നത്. പക്ഷേ അപ്പോഴും കേക്കിന് നല്ല ലുക്കാട്ടോ. പിന്നെ നമ്മൾ സൈഡിലേക്ക് കുറച്ച് മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കൂടിയിട്ടാണ് സൈഡിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ചോക്ലേറ്റ് ഡെക്കറേഷൻസൊക്കെ ഒരു ഐഡിയ ഇല്ല, എന്നാലും കുറേയൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ച് കൊടുത്തിട്ട് സെൻറ്ററിലായിട്ട് സച്ചു എന്നുള്ള പേരും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഡെക്കറേഷൻസൊക്കെ നമ്മൾ എടുത്തപ്പോൾ തന്നെ പൊട്ടിപ്പോയി കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തീരെ നൈസായിട്ടാണ് ഈ ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. പ്രത്യേകിച്ചും സച്ചു എന്നുള്ള പേര് എഴുതി കഴിഞ്ഞപ്പോൾ അതിൻ്റെ എസ്സിൻ്റെ അടിയിലുണ്ടല്ലോ ആ ഒരു സ്റ്റാൻഡിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം വിട്ടുപോയായിരുന്നു. പിന്നെ ഞാനത് ഉരുക്കി ചേർത്തിട്ടാണ് റെഡിയാക്കി എടുത്തത്. എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഇല്ലാണ്ട് സമയമില്ല സമയത്ത് ഉണ്ടാക്കിയെടുത്തൊരു കേക്കാണ്. അതുകൊണ്ട് എങ്ങനെയുണ്ടെന്നൊന്നും എനിക്കറിയില്ല ലുക്ക് വൈസ്. ആകെ കൂടി ഈ പേരെഴുതിയപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു അത് ഡാർക്ക് കളറാക്കാതെ വൈറ്റ് ചോക്ലേറ്റ് കൊണ്ട് വൈറ്റ് കോമ്പൗണ്ട് കൊണ്ട് ചെയ്യാമായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ആ പേരെടുത്ത് ഇങ്ങനെ നിൽക്കുമല്ലോ കാണാനായിട്ട്, അതെനിക്ക് തോന്നിയായിരുന്നു കേട്ടോ, ഒരു ചേഞ്ച് വരുത്താമായിരുന്നു എന്ന്. അങ്ങനെ സച്ചുവിൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ വീട്ടിൽ തന്നെ കേക്കൊക്കെ മുറിച്ച് സെലിബ്രേറ്റ് ചെയ്തു. അവനും ഹാപ്പി, ഞങ്ങൾ ഹാപ്പി.
ചോക്ലേറ്റ് കേക്കൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടാവുമല്ലോ, പക്ഷേ ഇതിൽ ആ മിൽക്ക് കോമ്പൗണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോഴേക്കും ആ ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ആ ഒരു ഭയങ്കരമായ കയ്പുണ്ടല്ലോ, ആ കയ്പിനൊക്കെ കുറച്ചൊരു കുറവ് വന്നിട്ട് ഈ മിൽക്ക് കോമ്പൗണ്ടും കൂടി അതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി ആ ഒരു സ്വീറ്റ്നെസ്സും കൂടി വരുമ്പോഴേക്കും അടിപൊളിയാട്ടോ ഈ കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇതാണ് സച്ചുവിൻ്റെ സ്പെഷ്യൽ ബർത്ത്ഡേ കേക്ക്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം.